അപ്പോൾ ഫ്രണ്ട്സ്, മമ്മൂട്ടിയുടേതായി ഇനി വരാനിരിക്കുന്ന 5 സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ നോക്കിക്കാണുന്നത്. ഈ അടുത്ത കാലത്തിറങ്ങിയ എല്ലാ സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. അതുതന്നെയാണ് മമ്മൂട്ടി ചിത്രത്തെ കാത്തിരിക്കാൻ മലയാള സിനിമാ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നതും. മമ്മൂട്ടി സിനിമകൾക്കും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകൾക്കും മിനിമം ഗ്യാരണ്ടി മമ്മൂക്ക ഉറപ്പു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർ ആ ഒരു തരത്തിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളെയും കാണുന്നത്. ഇനി വരാനിരിക്കുന്നത് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന മൂവിയാണ്. ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം അടുത്ത മാസം റിലീസിനെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പുതുമുഖ സംവിധായകൻ ഡിനോ ഡെന്നിസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇതുവരെ ഇറങ്ങിയ ചിത്രത്തിന്റെ പോസ്റ്ററുകൾക്കെല്ലാം മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീക്കിൽ ചിത്രത്തിന്റെ ടീസർ കൂടി വരുമ്പോൾ ചിത്രത്തിന്റെ ഹൈപ്പ് വാനോളം ഉയരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ബസൂക്ക എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുടേതായി ഒരുങ്ങാൻ പോകുന്നത് മമ്മൂട്ടിയും ഗൗതം മേനോനും ഒന്നിക്കുന്ന ചിത്രമാണ്. ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഈ മാസം 5-ാം തീയതി ചിത്രം ഷൂട്ട് ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തമിഴ് നടി സമന്തയാണ് മമ്മൂട്ടിയുടെ നായികയായി അരങ്ങേറുന്നത്. ഇതുവരെ കാണാത്ത ഒരു വേഷത്തിലായിരിക്കും മമ്മൂക്ക ഈ ചിത്രത്തിലെത്തുക. അടുത്തതായി മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് മൂവിയാണ്. മമ്മൂട്ടിയെ കൂടാതെ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നീ മുൻനിര താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായതുകൊണ്ട് തന്നെ ബഡ്ജറ്റും അത്രമേൽ അധികമാണ്. ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കാൻ പോകുന്ന ചിത്രം കൂടിയാണിത്. ഗൗതം മേനോൻ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കടക്കുന്നത് മഹേഷ് നാരായണൻ പ്രൊജക്റ്റിലായിരിക്കും. മൾട്ടി സ്റ്റാർ ചിത്രമായതിനാൽ കൂടി കുറേ ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ 2024 അവസാന ചിത്രമായിരിക്കും ഈ മഹേഷ് നാരായണൻ പ്രൊജക്ട്. മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയായതിനാൽ മലയാള സിനിമാ പ്രേക്ഷകരും മമ്മൂട്ടി ആരാധകരും കാത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന കോംബോ ഒന്നിക്കുന്നത്. അമൽ നീരദും മമ്മൂട്ടിയും. ഭീഷ്മപർവ്വക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ എന്താണ് ഒളിപ്പിച്ചു വെച്ചതെന്നുള്ള ആകാംക്ഷയിലാണ് മമ്മൂട്ടി ആരാധകർ. ഒരു പക്ഷേ ബിഗ് ബിയുടെ 2ാം ഭാഗം ബിലാൽ ആയിരിക്കുമോ എന്നുള്ള ചർച്ചകളടക്കം സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റിന് വേണ്ടി. ഇത് 5ാമതായി മമ്മൂട്ടി ജോയിൻ ചെയ്യുക ശ്യാമപ്രസാദിന്റെ ആളോഹരി ആനന്ദം എന്ന ചിത്രമായിരിക്കുമെന്നാണ് ഒഫീഷ്യലായി ലഭിക്കാത്ത വിവരം. അങ്ങനെയെങ്കിൽ ഒരു മാസ് പടത്തിന് ശേഷം വീണ്ടും ഒരു ക്ലാസിക് പടത്തിലേക്ക് മമ്മൂട്ടി കൂടുമാറുന്നതായിട്ട് കാണാം. 2025 മമ്മൂട്ടിയുടെ വിജയഗാഥ തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴുള്ള ലൈനപ്പ് കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്.